തൃശൂർ മറ്റത്തൂരിലെ വിമത നേതാക്കൾക്ക് KPCC നൽകിയ അന്ത്യശാസനം വിലപ്പോയില്ല. BJP പിന്തുണയിൽ അധികാരത്തിലേറിയ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസഫ് രാജിവെക്കില്ല. രാജിവെക്കാനില്ലെന്ന് ടെസി അറിയിച്ചതായി വിമത നേതാക്കൾ വ്യക്തമാക്കി. വിവരങ്ങൾ നൽകാൻ അരുൺ ആലത്തൂരുണ്ട്. അരുൺ, നമുക്കറിയാം കേരളം ആകെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു തൃശൂർ മറ്റത്തൂരിലെ കൂട്ടരാജിയും വിമത നേതാക്കളുടെ പത്രസമ്മേളനം, അങ്ങനെ എല്ലാം മറ്റത്തൂരിലേറെ ചർച്ചയായ വിഷയമാണ്. ഇപ്പോൾ വിമത നേതാക്കൾക്ക് KPCC നൽകിയ അന്ത്യശാസനം വിലപ്പോയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP പിന്തുണയിൽ അധികാരത്തിലേറിയ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് രാജിവെക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഈ മറ്റത്തൂരിനെ സംബന്ധിച്ചിടത്തോളം KPCCക്കും കോൺഗ്രസിനും ഒക്കെ വലിയ നാണക്കേടായ സാഹചര്യത്തിൽ വിഷയം ഒതുക്കുന്നതിന് വേണ്ടി വിമത നേതാക്കളെ അനുനയിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവരെ കൊണ്ട് രാജിവെപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊക്കെ ആയിരുന്നു കോൺഗ്രസ് പദ്ധതിയിട്ടിരുന്നത്. അതിനുവേണ്ടിയുള്ള അന്ത്യശാസനമൊക്കെ നൽകുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഏതായാലും അത് വിലപ്പോയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസഫ് രാജിവെക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം തന്നെ വൈസ് പ്രസിഡന്റ് നൂർജഹാൻ രാജിവെക്കും എന്നുള്ളതാണ്. ഏതായാലും ടെസി ജോസഫ് രാജിവെക്കില്ല എന്ന് വ്യക്തമാക്കിയതോടുകൂടെ തന്നെ BJP പിന്തുണയിൽ അധികാരത്തിലേറിയ മുഴുവൻ ആളുകളെയും രാജിവെപ്പിക്കുക എന്നുള്ളതായിരുന്നു കോൺഗ്രസ് പദ്ധതിയിട്ടിരുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ് അങ്ങനെ ഒരു നീക്കം നടത്തിക്കൊണ്ട് മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു ചെയ്തത്. പക്ഷേ ഇപ്പോഴേതായാലും പഞ്ചായത്ത് പ്രസിഡന്റ് താൻ രാജിവെക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യവുമുണ്ട്. ഇനിയിപ്പോൾ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് അവിശ്വാസത്തിലൂടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിശ്വാസം കൊണ്ടുവന്നാലും ഈ കോൺഗ്രസിൻ്റെ വിമത നേതാക്കൾ അവിശ്വാസത്തെ പിന്തുണയ്ക്കുമോ എന്നുള്ള കാര്യത്തിൽ അവർ കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല വിമത നേതാക്കൾ കഴിഞ്ഞ ദിവസം KPCCക്കെതിരെ കോൺഗ്രസിനെതിരെയൊക്കെ രൂക്ഷ വിമർശനവുമായിട്ട് രംഗത്തെത്തിയിരുന്നു. അവിടുത്തെ സീറ്റുമായി ബന്ധപ്പെട്ട ചില ഗുണ്ട നേതാക്കൾക്കൊക്കെ സീറ്റ് നൽകുന്നതിന് വേണ്ടി 3 സീറ്റുകളോളം നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നതും മറ്റു കാര്യങ്ങളുമൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വിമത നേതാക്കളുടെ അതൃപ്തി അത് കൃത്യമായിട്ട് തന്നെ പുകയുന്ന സ്ഥിതി തന്നെയാണ്. മാത്രമല്ല അതിൽ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുവെങ്കിൽ പോലും സ്വതന്ത്രയായിട്ടുള്ള ടെസി ജോസഫ് തൻ്റെ സ്ഥാനം രാജിവെക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയതോടുകൂടി തന്നെ കോൺഗ്രസിൻ്റെ നീക്കങ്ങൾ പാളിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. അരുൺ ചൂണ്ടിക്കാട്ടിയ കാര്യമുണ്ട്. ഇന്നലെ ഒരു ഗുണ്ടാ നേതാവിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. 3 സീറ്റുകൾ, കോൺഗ്രസിൻ്റെ 3 സീറ്റുകൾ ആവശ്യപ്പെട്ടത് ഒരു ഗുണ്ടാ നേതാവാണ്. അത്തരത്തിൽ എങ്ങനെയാണ് ഒരു ഗുണ്ടാ നേതാവിന് CPM കോൺഗ്രസിൻ്റെ സീറ്റ് വാഗ്ദാനം ചെയ്യാൻ കഴിയുക എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഈ DCC നേതൃത്വത്തിനെതിരെയാണ് ഇന്നലെ രൂക്ഷ വിമർശനവുമായിട്ട് TM ചന്ദ്രൻ രംഗത്തെത്തിയത്. 3 സീറ്റുകൾ ആവശ്യപ്പെട്ടത് ഗുണ്ടാ നേതാവാണ് എന്നാണ് പറയുന്നത്. ഗുണ്ടാ നേതാവായ കൊടകര റഷീദ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മറ്റത്തൂരിലെ 3 പേർക്ക് DCC നേരിട്ട് ചിഹ്നം അനുവദിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യമായിരുന്നു ചന്ദ്രൻ തുറന്നടിച്ചത്. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വിമത നേതാക്കൾ പറയുന്ന വിഷയങ്ങൾ അതിൽ DCCയുടെ ഭാഗത്തു നിന്നും മറ്റുമൊക്കെ ഇത് വലിയ ചർച്ചയായ സാഹചര്യത്തിൽ അവരെ ആദ്യഘട്ടത്തിൽ അനുനയിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി ആ തരത്തിലൊക്കെ ഇവരെ രാജിവെപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും ഒക്കെ ആയിരുന്നു കോൺഗ്രസ് അണിയറയിൽ നടത്തിക്കൊണ്ടേയിരുന്നത്. പക്ഷേ അതിലേതായാലും നിലവിൽ ഈ പ്രസിഡന്റ് രാജിവെക്കാതായതോടുകൂടെ തന്നെ ഈ എല്ലാ നീക്കങ്ങളും ആളിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. തെറ്റിദ്ധരുത്തി പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നവരെ സ്വീകരിക്കാനും എടുത്ത നടപടിയെ പതിയെ പിൻവലിക്കാനും ഒക്കെ ആയിരുന്നു കോൺഗ്രസിൻ്റെ പദ്ധതിയായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ പദ്ധതികളൊക്കെ തുടക്കത്തിൽ തന്നെ അതിലൊക്കെ കല്ലുകടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. യെസ്, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.